ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന ട്രേസർ ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് NBC. NBCയുടെ ബേസിസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലും ഇക്കഴിഞ്ഞ കുറെ എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ഈ NBCയിൽ നിന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ, NBCയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളും പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ NBCയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ NBCയുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ബിൽഡിങ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ നിന്നാണ്. ബിൽഡിങ്സിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസി, ഓക്യുപ്പൻസിയുടെ ബേസിസിലുള്ള ബിൽഡിങ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിനകത്ത് ഗ്രൂപ്പ് A തൊട്ട് I വരെയാണ് നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. സാധാരണ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, ഗ്രൂപ്പ് A ബിലോങ്സ് ടു, അത് ഏത് ടൈപ്പ് ബിൽഡിങ്ങിലാണ് ഉൾപ്പെടുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ ഈ ടേബിൾ നിങ്ങൾ ഇതേപടി അങ്ങ് കാണാൻ പഠിച്ചാൽ മതി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് A ബിൽഡിംഗ്. ഗ്രൂപ്പ് A ആണെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഗ്രൂപ്പ് Aയിൽ വരുന്നത്. B ആണെങ്കിൽ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, C ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, D അസംബ്ലി ബിൽഡിംഗ്, ഗ്രൂപ്പ് E ബിസിനസ് ബിൽഡിംഗ്, F മെർച്ചന്റൈൽ ബിൽഡിംഗ്, G ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, H സ്റ്റോറേജ് ബിൽഡിംഗ്, I ഹെസാഡസ് ബിൽഡിംഗ്. ഇതേ രീതിയിൽ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ആദ്യത്തെ ലെറ്റേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഓർത്തിരിക്കുക. A to I ആണ് ഗ്രൂപ്പ് പോകുന്നത്. ഈ NBCയുടെ ക്ലാസിഫിക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് A ഗ്രൂപ്പ് B ക്ലാസിഫിക്കേഷൻ ഈസ് ബിലോങ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ചോദിക്കുന്നതെല്ലാം NBCയുടെ ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെയാണ് ആൻസർ ചോദിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഇനി നമുക്ക് ഓരോ ബിൽഡിങ്സും, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ് പർപ്പസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള തിയറി പോർഷൻ, ഇങ്ങനെ അല്ലാതെ തിയറിയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് A റെസിഡൻഷ്യൽ ബിൽഡിംഗ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് ബിൽഡിംഗ് വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫോർ ദ നോർമൽ റെസിഡൻഷ്യൽ പർപ്പസ് വിത്ത് ഓർ വിത്തൗട്ട് കുക്കിംഗ് ഓർ ഡൈനിങ് ഫെസിലിറ്റി. സോ അതിനെയാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഇപ്പൊ ലോഡ്ജസ്, 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിങ്സ്, ഡോമെട്രീസ്, അപ്പാർട്ട്മെന്റ് ഹൗസസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ്, ഹോട്ടൽസ്, ഇതൊക്കെ ഈ ഒരു ടൈപ്പിനകത്ത് വരുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഡ്വെല്ലിങ്സിന്റെ 6 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ട് അതിന്റെ പേര്, ആ ടേം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ ടൈപ്പ് ആണ് ഡിറ്റാച്ച്ഡ് ഹൗസസ്. ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട്. നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ അറിയാം, യൂഷ്വൽ ടെൻഡൻസി ആണ് നമ്മളൊരു വീട് വെക്കണം. ആ വീട് നമ്മുടെ ഓൺ ലാൻഡിന് ചുറ്റും നമ്മുടെ ആയിട്ടൊരു സ്വന്തം വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അതാണ് ഈ ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടേതായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളും വെച്ച് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ലാൻഡിൽ ഒരു വീട് വെക്കുന്നു. നമ്മുടേതായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗാർഡൻ കാണും, സ്വിമ്മിംഗ് പൂള് കാണും, നമ്മുടേതായിട്ടുള്ള കുറച്ച് പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണും. ഇതിനെ നമുക്ക് ഈ ടൈപ്പ് ഹൗസിങ്ങിനെ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഡെല്ലിങ്സിനെ നമ്മൾ പറയാറുള്ളതാണ് ഹയസ്റ്റ് ഫോം ഓഫ് റെസിഡൻസ്. സോ ഇതിന് ഈ ടൈപ്പ് ഡിറ്റാച്ച്ഡ് ഹൗസസിനെ നമ്മൾ പറയുന്നതാണ് ഹയസ്റ്റ്, ഇതെന്ന് പറയുന്ന ഒരു ഹയസ്റ്റ് ഫോം ഓഫ് റെസിഡൻസ് ആണ്. ഇങ്ങനെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ട് ലാൻഡ് വാങ്ങിച്ച് അവിടെ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആ സ്ഥലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലാൻഡ് വാല്യൂ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും ലോ ആണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളിടത്ത് പോയി ലാൻഡ് വാങ്ങിച്ച് അവിടെ സ്വന്തമായിട്ടൊരു വീട് വെക്കുക. നമ്മൾ ലാൻഡ് വാല്യൂ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ വീട് വെക്കുന്നത്. അപ്പൊ അവിടെ ആ ഒരു സ്ഥലത്ത് കമ്പാരിറ്റീവ്ലി ലാൻഡ് പ്രൈസ് കുറവാകുന്നിടത്താണ് കൂടുതലും ഡിറ്റാച്ച്ഡ് ഹൗസസിന്റെ എണ്ണം കൂടുന്നത്. സോ ഡിറ്റാച്ച്ഡ് ഹൗസസിനകത്ത് ഈ ഒരു ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഫോം ഓഫ് റെസിഡൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക, അത് ഏത് ഹൗസ് ആണ്? ഡിറ്റാച്ച്ഡ് ഹൗസ്. നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് യൂഷ്വൽ ആയിട്ടുള്ള ടെൻഡൻസി ആണ്, നമ്മുടെ ഒരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിൽ ഒരു വീട് വെക്കണം, നമ്മുടേതായിട്ടുള്ള ഓൺ ആയിട്ടുള്ള പ്രൈവസിയും നമ്മുടേതായിട്ടുള്ള
ഒരു ഗാർഡന്, നമ്മുടേതായിട്ടുള്ള എല്ലാം നമ്മുടേതായിട്ട് എന്ന് പറയുന്ന ഒരു കാര്യം, അതിലേക്ക് വരുന്ന ഒരു യൂഷ്വൽ ടെൻഡൻസിയാണ് ഡിറ്റാച്ച്ഡ് ഹൗസസ് ഇപ്പം കൂടുതൽ. അവിടെ പ്രിഫർ ചെയ്യുന്ന ഏതാ? കൂടുതലും കമ്പാരിറ്റീവ്ലി ലാൻഡ് വാല്യൂ കുറവുള്ളിടത്തായിരിക്കും ഈ ടൈപ്പ് ഡിറ്റാച്ച്ഡ് ഹൗസ് കൂടുതലും പ്രൊമോട്ടഡ് ആവുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഡിറ്റാച്ച്ഡ് ഹൗസ്. നെക്സ്റ്റ് വൺ ആണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്. സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ഹൗസ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത, ആ ഫിഗർ ശ്രദ്ധിക്കുക, ബിൽഡിങ്ങിന്റെ ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ബിൽഡിങ്ങിന്റെ മിറർ അടിച്ചേക്കുവാണ് അടുത്ത ബിൽഡിംഗ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിൽഡിംഗ് ആണ്, അതിന്റെ നടുക്കൂടെ ഒരു കോമ്പൗണ്ട് വാൾ വെച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് വീടാക്കിയേക്കുക, രണ്ട് വലിയ ബിൽഡിംഗ് ആക്കിയേക്കുവാണ്. അതിനകത്ത് ഈ ഡിറ്റാച്ച്ഡ് ഹൗസസിൽ കിട്ടുന്ന എല്ലാ തരം അഡ്വാൻറ്റേജസും ഉണ്ട്. ഇൻ അഡീഷൻ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്കണോമി മേ ബി അച്ചീവ്ഡ് ബൈ ഷെയറിംഗ് ദ എക്സ്പെൻസ് ഓഫ് കോമൺ അമ്യൂണിറ്റീസ് ലൈക്ക് വാട്ടർ ലൈൻസ്, ഡ്രെയിനേജ് ലൈന്, ഇലക്ട്രിക് കേബിൾസ്. ഇത് രണ്ടും എന്ത് ചെയ്യും, അവർ അതിനുണ്ടാവുന്ന എക്സ്പെൻസുകൾ ഷെയർ ചെയ്യും. അതാണ് ഈ സെമി ഡിറ്റാച്ച്ഡ് ഹൗസസിന്റെ പ്രത്യേകത. ഇതാണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ റോ ഹൗസസ്. റോ ഹൗസസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത് ലേബേഴ്സ് ഒക്കെ നിൽക്കുക അല്ലെങ്കിൽ വർക്കേഴ്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനകത്തൊരു ലിവിംഗ് റൂം കാണും, ഒരു കിച്ചൺ കാണും, ഒരു മിനിമം റിക്വയർമെന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വീട്. അത് ഒന്നിച്ച് റോ ഓഫ് ഹൗസസ് പോലെ ആയിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അതാണ് റോ ഹൗസസ്. ദാറ്റ് വിൽ ബി ഫോർ പ്രൊവൈഡിങ് ദ റീസണബിൾ അക്കോമഡേഷൻ to the laborers or workers. A row houses with the minimum requirements such as living room and kitchen may be constructed. അതിനെയാണ് റോ ഓഫ് ഹൗസസ് എന്ന് പറയുന്നത്. ഈ സാധാരണ ഈ ഇൻഡസ്ട്രീസിനടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റേഷൻസിന്റെ സ്ഥലങ്ങളിലോ ഒക്കെ ഈ ലേബേഴ്സിന് താമസിക്കാൻ വേണ്ടിയായിരിക്കും ഈ റോ ഓഫ് ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്പാർട്ട്മെന്റ്സ് ഓർ ഫ്ലാറ്റ്സ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ്സും ഒക്കെ. പ്രത്യേകത ഒരു 3 തൊട്ട് 10 നില വരെ കാണും. അതിനകത്ത് ഓരോ നിലയിലും ഒരു 2 തൊട്ട് 6 ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ 6 ഫാമിലീസുകൾ താമസിക്കുന്നുണ്ടാവും. സോ അതാണ് അപ്പാർട്ട്മെന്റ്സ് ഓർ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് 3 to 10 stories and each floor or story may accommodate 2 to 6 flats or apartments. നെക്സ്റ്റ് ഡുപ്ലെക്സ് ടൈപ്പ് അപ്പാർട്ട്മെന്റ്. ഡുപ്ലെക്സ് ടൈപ്പ് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is an apartment having rooms on 2 adjoining floors connected by an internal staircase. 2 adjoining ആയിട്ടുള്ള ഫ്ലോറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇന്റേണൽ ആയിട്ടുള്ള സ്റ്റെയർകേസുകളാണ്. ഇന്റേണൽ ആയിട്ടുള്ള റൂമിനകത്ത് തന്നെ ആ 2 ഫ്ലോറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു ഇന്റേണൽ സ്റ്റെയർകേസ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഈ തിയറി ഇതേപടി പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് നോട്ട് ചെയ്ത് പഠിക്കുക. ഡുപ്ലെക്സ് ടൈപ്പ് അപ്പാർട്ട്മെന്റ്. It is an apartment having rooms on 2 adjoining floors connected by an internal staircase. Last one ആണ് skyscrapers. skyscrapers എല്ലാവരും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിരിക്കും. ഓഫ് കോഴ്സ് അവിടുത്തെ പ്രത്യേകത എന്താണ്? ലാൻഡ് വാല്യൂ അവിടുത്തെ കൂടുതലായിരിക്കും. ലാൻഡ് വാല്യൂ കൂടുതലാവുമ്പം ആദ്യം ഞാൻ പറഞ്ഞ ഡിറ്റാച്ച്ഡ് ഹൗസസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അവരൊരു ബിൽഡിംഗ് വെക്കുന്ന എന്നുള്ള ഒരു സ്വപ്നം നമുക്ക് അവിടെ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ലാൻഡ് വാല്യൂ കൂടുതലാവുന്ന കണ്ടീഷനിൽ ഇതുപോലെ സ്കൈ സ്ക്രാപ്പേഴ്സ് അവിടെ എന്ത് ചെയ്യും വരും. സ്കൈ സ്ക്രാപ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന പ്രൈസ് കൂടുന്നത് കൊണ്ടാണ്. അവിടെ ഈ ലാൻഡിന്റെ പ്രൈസ് കൂടുമ്പം ഇൻഡിവിജ്വൽ ആയിട്ട് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് സ്കൈ സ്ക്രാപ്പേഴ്സ്. ബിഗ് സിറ്റീസിലൊക്കെ കൂടുതൽ എന്താണുള്ളത്? സ്കൈ സ്ക്രാപ്പേഴ്സ് ആണ്. സോ നോക്കിയത് ഗ്രോയിങ് നീഡ് ഓഫ് ലാൻഡ് ആൻഡ് consequently sudden shooting rise in price of land in big cities further led to the construction of multi-story building. They are popularly known as skyscrapers. സോ ഇത്രയുമാണ് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഡ്വെല്ലിംഗ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന 6 ടൈപ്സ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലാക്കാൻ പറ്റുന്ന ഡെഫിനിഷൻസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. സോ അപ്പോൾ നമ്മൾ ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസിയുടെ ബിൽഡിംഗ് ക്ലാസിഫിക്കേഷൻ ആണ് നോക്കിയിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് NBC. അതിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് നമ്മൾ പറഞ്ഞു തീർത്തത്. അതിനകത്തെ ആ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഗ്രൂപ്പ് ബിയിലോട്ട് നോക്കാം. ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. ആ പേരിൽ നിന്ന് ഇനി ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് പേരിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂള്, കോളേജസ്, ഡേ കെയർ സെന്റേഴ്സ്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിനെ എല്ലാം നമുക്ക് ആ ഒരു കാറ്റഗറി ഗ്രൂപ്പ് ബിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് വൺ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്.
ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് ഹോസ്പിറ്റൽസ്, സാനിറ്റോറിയ, കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. എന്ന് വെച്ചാൽ ഓർഫനേജസ്, അല്ലാതെ ഓൾഡ് ഏജ് ഹോംസ്, അതേപോലെ മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിനകത്ത് വരുന്നതാണ്. ദാറ്റ് വിൽ ബിലോങ്സ് ടു ഗ്രൂപ്പ് സിയിലാണ്. നെക്സ്റ്റ് വൺ അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബിൾ ആകുക, ആളുകൾ അസംബിൾ ആകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? തിയേറ്റേഴ്സുകൾ വരും, ഓഡിറ്റോറിയംസ്, മ്യൂസിയംസ്, എക്സിബിഷൻ ഹാൾസ്, റെസ്റ്റോറൻറ്റ്സ്, പ്ലേസ് ഓഫ് വർഷിപ്സ്, ഡാൻസ് ഹാൾസ്, ക്ലബ്ബ്, എയർ ടെർമിനൽസ്, അങ്ങനെ കുറെ ആളുകൾ കൂടുന്ന സ്ഥലം, അതൊക്കെ അസംബ്ലി ബിൽഡിങ്ങിനകത്ത് വരുന്നതാണ്. ഗ്രൂപ്പ് ഡി. നെക്സ്റ്റ് വൺ ആണ് ബിസിനസ് ബിൽഡിംഗ്. ബിസിനസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അവിടെ റെക്കോർഡ്സും അക്കൗണ്ട്സും എല്ലാം കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ബിസിനസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ വേറെ എക്സാമ്പിൾസ് ആണ് ബാർബർ ഷോപ്സ്, ബ്യൂട്ടി പാർലേഴ്സ്, ലഞ്ച് കൗണ്ടേഴ്സ് സെർവിങ് ലെസ് ദാൻ 100 പീപ്പിൾസ്, അതെല്ലാം ബിസിനസ് ബിൽഡിങ്ങിനകത്ത് വരുന്നതാണ്. ഗ്രൂപ്പ് ഇ. നെക്സ്റ്റ് വൺ മെർച്ചന്റൈൽ ബിൽഡിംഗ്. മെർച്ചന്റൈൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് മെയിൻലി ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ മാർക്കറ്റിംഗ് അങ്ങനെ നടക്കുന്ന ഏത് ടൈപ്പ് എന്ത് വ്യാപാരത്തിനെ നമ്മൾ ആ ഒരു മെർച്ചന്റൈൽ ബിൽഡിങ്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഷോപ്സ് ആവാം, ഓഫീസസ്, സ്റ്റോഴ്സ്, മാർക്കറ്റ്സ്, ഷോറൂംസ്, ഏത് രീതിയിലുള്ള മെർച്ചന്റൈൽ ഹോൾസെയിലും റീറ്റെയിലും നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് മെർച്ചന്റൈൽ ബിൽഡിംഗ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് സാധാരണ അസംബ്ലി പ്ലാന്റ്, സ്മോക്ക് ഹൗസസ്, ഗ്യാസ് പ്ലാന്റ്സ്, റിഫൈനറീസ്, ഡയറീസ്, ടെക്സ്റ്റൈൽ മിൽസ്, സോ മിൽസ്, അതൊക്കെ ഈ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോറേജ് ബിൽഡിംഗ്. സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മെറ്റീരിയൽസോ അല്ലെങ്കിൽ വെഹിക്കിൾസോ അല്ലെങ്കിൽ ആനിമൽസിനെയോ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഷെൽട്ടറിനെയാണ് സ്റ്റോറേജ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അത് ബിലോങ്സ് ടു ഗ്രൂപ്പ് എച്ച്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഹെസാർഡസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഹെസാർഡസ് ബിൽഡിങ്ങിനകത്ത് മെയിൻലി ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, മാനുഫാക്ചറിങ്, പ്രോസസ്സിങ് ചെയ്യുന്ന ആ ഒരു ബിൽഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹെസാർഡസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. അത് ഗ്രൂപ്പ് ഐ ആണ്. അപ്പൊ NBCയുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് ബി എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, സി ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഡി അസംബ്ലി, E business building, F mercantile building, G industrial building, H storage and I hazardous building. So ഇതെന്ന് പറയുന്ന NBCയുടെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ടേബിൾ പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മാക്സിമം പെർമിസിബിൾ ബിൽട്ടപ്പ് ഏരിയ ബേസ്ഡ് ഓൺ പ്ലോട്ട് ഏരിയ. പ്ലോട്ട് ഏരിയ എത്രയുണ്ട് അതിന്റെ ബേസിസിൽ എത്ര മാക്സിമം പെർമിസിബിൾ ബിൽട്ടപ്പ് ഏരിയ ഉണ്ടാകണം, അതാണ് കണ്ടീഷൻ. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, നിരവധി പ്രാവശ്യം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. കണ്ടീഷൻ നിങ്ങൾ ആദ്യം ലെഫ്റ്റ് പഠിക്കുക, ലെസ് ദാൻ 200 m². അത് വരുമ്പോൾ മാക്സിമം പെർമിസിബിൾ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത് 60%, 60%. 200 to 500 ആണെങ്കിൽ 50% ഓഫ് ദ പ്ലോട്ട് ഏരിയ, ആൻഡ് 500 to 1000 m² ആണെങ്കിൽ 40% ഓഫ് പ്ലോട്ട് ഏരിയ, ആൻഡ് ഗ്രേറ്റർ ദാൻ 1000 m² ആണെങ്കിൽ 33.33% ഓഫ് പ്ലോട്ട് ഏരിയ. അപ്പൊ ലെസ് ദാൻ 200, 200 to 500, 500 to 1000, ഗ്രേറ്റർ ദാൻ 1000, അങ്ങനെ ലെഫ്റ്റ് പഠിക്കുക. പിന്നെ റൈറ്റിലോട്ട് വരിക, 60%, 50%, 40%, 33.33%. പ്ലോട്ട് ഏരിയ മാക്സിമം പെർമിസിബിൾ ബിൽട്ടപ്പ് ഏരിയയുമാണിത്. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടേബിൾ ആണ്. നെക്സ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ ഹൈറ്റും ആ ബിൽഡിങ്ങിന്റെ ചുറ്റും കൊടുക്കേണ്ട ഓപ്പൺ സ്പേസുമാണ്. നമ്മൾ ആ ഒരു റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എടുത്തു, ലെസ് ദാൻ 10 meter കണ്ടീഷൻ. ഓപ്പൺ സ്പേസ് റിക്വയർമെന്റിന് 4 എണ്ണമായിട്ട് നമുക്ക് തിരിക്കാം. അത് ഫ്രണ്ട് ഓപ്പൺ സ്പേസ് വിഡ്ത്ത് ഉണ്ട്, റിയർ മാർജിന്, സൈഡ് മാർജിന്, ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ ലൈൻ ഓഫ് എനി സ്ട്രീറ്റ്. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ സ്പേസ് വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ബിൽഡിംഗ് വിത്ത് ഫ്രണ്ട് സ്ട്രീറ്റ് മിനിമം 3 meter ആണ്, മിനിമം 3 meter. ഫോർ ബിൽഡിംഗ് വിത്ത് സ്ട്രീറ്റ് on 2 or more side average 3 meter and in no case less than 1.8 meter. അപ്പം സ്ട്രീറ്റിന്റെ കേസിൽ 2 അതിൽ കൂടുതലോ സൈഡുകൾ ഉണ്ടെങ്കിൽ സ്ട്രീറ്റ് ഓൺ
ബിൽഡിംഗ് വിത്ത് സ്ട്രീറ്റ് ഓൺ 2 or more sides, രണ്ടോ അതിൽ കൂടുതൽ സൈഡ്സ് സ്ട്രീറ്റ് ഉണ്ടെങ്കിൽ ആവറേജ് 3 മീറ്റർ ആണ് പറയുന്നത്. ഒരിക്കലും 1.8നേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിയർ മാർജിൻ, പുറകിലത്തെ ഭാഗം. പുറകിലത്തെ എന്ന് വെച്ചാൽ ആവറേജ് 3 മീറ്റർ ആണ്, ഒരിക്കലും 1.8 മീറ്ററിനെക്കാട്ടും കുറയാൻ പാടില്ല. സൈഡ് മാർജിൻ എന്ന് പറയുന്നത് മിനിമം 3 മീറ്റർ ആണ് പറയുന്നത് എവറി ഡിറ്റാച്ച്ഡ് ആൻഡ് സെമി ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്. ഡിറ്റാച്ച്ഡ് ബിൽഡിങ്സ് സെമി ഡിറ്റാച്ച്ഡ് ബിൽഡിങ്സ് എന്താണെന്ന് നേരത്തെ വീഡിയോസിന് പറഞ്ഞതാണ്. സോ മിനിമം എത്രയാ പറയുന്നത്? 3 മീറ്റർ. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ ലൈൻ ഓഫ് എനി സ്ട്രീറ്റ്. സെൻട്രൽ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ നോ കേസ് ഇറ്റ് ലെസ് ദാൻ 7.5 മീറ്റർ ആസ് ഡിറ്റർമൈൻഡ് ബൈ ലോക്കൽ അതോറിറ്റി. ഒന്നെങ്കിൽ ലോക്കൽ അതോറിറ്റിക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, അല്ല എങ്കിൽ ഒരു കേസിലും 7.5 മീറ്ററിനെക്കാട്ടി കുറയാൻ പാടില്ല. സോ ഇത്രയാണ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 മീറ്റർ ഓപ്പൺ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ആണ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് 10 to 25 മീറ്റർ ആണെങ്കിൽ, 10 to 25 മീറ്റർ ആകണമെങ്കിൽ അതിന്റെ ഓപ്പൺ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ് പെർ ഐറ്റം ഈസ് എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ ഐറ്റം, ഞാൻ ലെസ് ദാൻ 10 മീറ്ററിന്റെ ഒരു ഐറ്റംസ് ഓരോന്ന് പറഞ്ഞില്ലേ, ആ ഐറ്റത്തിന്റെ കൂടെ ഇൻക്രീസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 1 മീറ്റർ ഫോർ എവറി 3 മീറ്റർ ഓർ ഫ്രാക്ഷൻ. ഓക്കെ, ഓരോ ഈ 1 മീറ്റർ ഇൻക്രിമെന്റ് കൊടുക്കുക എവറി 3 മീറ്റർ ഇൻക്രിമെന്റിന്. 3 മീറ്റർ കൂടുന്നതിനനുസരിച്ച് 1 മീറ്റർ നേരത്തെ പറഞ്ഞ വാല്യൂവിൽ നിന്ന് എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. അതാണ് 10 to 25 മീറ്ററിനകത്ത് ഓപ്പൺ സ്പേസ് റിക്വയർമെന്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 25 to 30. 25 to 30 ആണെങ്കിൽ അതിന്റെ ഓപ്പൺ സ്പേസിന്റെ മിനിമം 10 മീറ്റർ ആണ്. എത്രയാണ്? 10 മീറ്റർ. ഇനി ഒരു ഗ്രേറ്റർ ദാൻ 30 മീറ്ററിലാണ് എങ്കിൽ അവിടുത്തെ മിനിമം 10 മീറ്റർ ഇൻക്രിമെന്റ് ബൈ ദ റേറ്റ് ഓഫ് 1 മീറ്റർ ഫോർ എവറി 5 മീറ്റർ ഓർ ഫ്രാക്ഷൻ ദെയർ ഓർ സബ്ജക്ട് ടു ദ മാക്സിമം 16 മീറ്റർ. സോ ഇത്രയാണ് ഹൈറ്റ് ഓഫ് ബിൽഡിങ്ങും അതിന്റെ ഓപ്പൺ സ്പേസ് റിക്വയർമെന്റും. അറിഞ്ഞിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹൈറ്റ് ഓഫ് ബിൽഡിങ്ങും ഓപ്പൺ സ്പേസ് റിക്വയർമെന്റ് ഈ ടേബിള് കാണാൻ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടേബിൾ ആണ് മിനിമം ഏരിയ ഓർ സൈസ് ഓഫ് ഇൻഡിവിജ്വൽ റൂംസ് ആസ് പെർ NBC. ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ PWD ഇറിഗേഷനും അല്ലെങ്കിൽ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. PWDക്കകത്താണെങ്കിൽ ആ 5th വൺ കിച്ചൺ ഓൺലി ആണ് ചോദിച്ചത്, 4.5 m². അതേപോലെ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിനാണെങ്കിൽ മിനിമം ഏരിയ ബാത്റൂം വിത്ത് വാട്ടർ ക്ലോസറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതിന്റെ 8th വൺ 2.8 m². അപ്പം ഇത് രണ്ടും ഈ ഒരു ടേബിളിൽ ചോദിച്ചിട്ടുണ്ട്. മറ്റു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അപ്പം ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹാബിറ്റബിൾ റൂം. 1 ഹാബിറ്റബിൾ റൂമിന്റെ മിനിമം ഏരിയ 9.5 m² ആണ്, മിനിമം വിഡ്ത്ത് 2.4 മീറ്റർ ആണ്. 2 ഹാബിറ്റബിൾ റൂം ആണെങ്കിൽ അതിന്റെ ഒരു റൂമിന്റെ 9.5 m²ഉം മറ്റേ റൂമിന്റെ 7.5 m² ആണ്. മിനിമം വിഡ്ത്ത് 2.4 മീറ്റർ. നെക്സ്റ്റ് കിച്ചൺ കം ഡൈനിങ് റൂം. കിച്ചൺ കം ഡൈനിങ് റൂമിന്റെ മിനിമം ഏരിയ 9.5 m², മിനിമം വിഡ്ത്ത് 2.4 മീറ്റർ. അപ്പൊ ഈ മൂന്നെണ്ണവും ഒരുമിച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. 1 ഹാബിറ്റബിൾ, 2 ഹാബിറ്റബിൾ ആൻഡ് കിച്ചൺ കം ഡൈനിങ്ങിന്റെ മിനിമം ഏരിയ ഒന്ന് തന്നെയാണ്. അപ്പൊ അത് ഒരുമിച്ച് ഓർത്തിരിക്കാം, 9.5 m². അതേപോലെ അതിന്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 2.4 മീറ്റർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കിച്ചൺ വിത്ത് സ്റ്റോർ റൂം. കിച്ചൺ വിത്ത് സ്റ്റോർ റൂം എന്ന് പറയുമ്പോൾ 5.5 m² ആണ് മിനിമം ഏരിയ. മിനിമം വിഡ്ത്ത് ഓഫ് കിച്ചൺ എന്ന് പറയുന്നത് കിച്ചണിന്റെ മിനിമം വിഡ്ത്ത് 1.8 മീറ്റർ ആണ്. നെക്സ്റ്റ് കിച്ചൺ ഓൺലി കണ്ടീഷൻ, അതിനകത്ത് മിനിമം ഏരിയ 4.5 m² ആണ്, അതിന്റെ മിനിമം വിഡ്ത്ത് 1.8 മീറ്റർ ആണ്. ബാത്റൂം 1.8 മീറ്റർ², മിനിമം സൈസ് എന്ന് പറയുന്നത് അത് 1.5 മീറ്റർ ബൈ 1.2 മീറ്റർ ആണ്. നെക്സ്റ്റ് വാട്ടർ ക്ലോസറ്റ് ഓൺലി, അതെന്ന് പറഞ്ഞാൽ 1.1 m² ആണ്. ഇനി ബാത്റൂം വിത്ത് വാട്ടർ ക്ലോസറ്റ് രണ്ടും കൂടെ കമ്പൈൻഡ് ആകുന്ന കേസിൽ 2.8 m² ആണ്. മിനിമം വിഡ്ത്ത് 1.2 മീറ്റർ ആണ്. ലാസ്റ്റ് വൺ മെസലൈൻ ഫ്ലോർ അല്ലെങ്കിൽ ലിവിംഗ് റൂംസ്. അത് നമ്മൾ ആദ്യം ഹാബിറ്റബിൾ റൂമിന്റെ പഠിച്ചത് എത്രയാണ്? 9.5. അത് തന്നെയാണ് അവിടെ എടുക്കുന്നത്, 9.5 m². സോ ഇത്രയാണ് ഈ ഒരു ടേബിളിനകത്തുള്ളത്. ഈ മിനിമം ഏരിയയും അതിന്റെ മിനിമം വിഡ്ത്തും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുള്ളതാണ്. നെക്സ്റ്റ് ടേബിള്
height of the building with respect to width of the street. സ്ട്രീറ്റിന്റെ വിഡ്ത്ത് അനുസരിച്ച് നമ്മൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്. അതിന്റെ കണ്ടീഷൻസ് നോക്കാം. അപ് ടു 8 മീറ്റർ ആണെങ്കിൽ 1.5 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ട്രീറ്റ് ടു വിച്ച് ദ ബിൽഡിംഗ് അബട്ട്സ് ടു ഓൺ ഇറ്റ്സ് ഫ്രണ്ട് സൈഡ്. നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്നതിന്റെ ഫ്രണ്ട് സൈഡിലുള്ള സ്ട്രീറ്റ് ഏതാണോ അതിന്റെ വിഡ്ത്ത് ഇൻറ്റു 1.5 ചെയ്യുക. എവിടെയാണ് അപ് ടു 8 മീറ്റർ ആണ് വിഡ്ത്ത് ഓഫ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 8 to 12 മീറ്റർ ആണ് സ്ട്രീറ്റിന്റെ വിഡ്ത്ത് 8 to 12 മീറ്റർ ആണ് പോകുന്നതെങ്കിൽ ബിൽഡിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 12 മീറ്റർ, 12 കൂടാൻ പാടില്ല ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. ഇനി ഗ്രേറ്റർ ദാൻ ഒരു 12 മീറ്റർ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഒരു 12 മീറ്റർ കണ്ടീഷൻ ആണെങ്കിൽ സ്ട്രീറ്റിന്റെ വിഡ്ത്തിനെക്കാട്ടിലും കൂടാൻ പാടില്ല. സ്ട്രീറ്റിന്റെ വിഡ്ത്ത് എത്രയാണോ അതിൽ കൂടാൻ ഒരിക്കലും പാടില്ല. സോ ഇതാണ് ഈ ടേബിള്. അപ് ടു 8 മീറ്റർ, 8 to 12 മീറ്റർ, ഗ്രേറ്റർ ദാൻ 12 മീറ്റർ. ലാസ്റ്റ് വൺ ആണ് ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ ഓഫ് റൂം. അതിനകത്ത് ഹോട്ട് ക്ലൈമറ്റും വെറ്റ് ക്ലൈമറ്റും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ 1/10 ഓഫ് ദ ഫ്ലോർ ഏരിയ ആണ്. ഫ്ലോർ ഏരിയയുടെ 1/10 ആണ് ഹോട്ട് ക്ലൈമറ്റ് കണ്ടീഷൻ ആണെങ്കിൽ. വെറ്റ് ക്ലൈമറ്റ് ആണെങ്കിൽ 1/6 ഓഫ് ദ ഫ്ലോർ ഏരിയ ആണ്. രണ്ടും ഓർത്തിരിക്കുക. അതേപോലെ അഗ്രിഗേറ്റ് ഏരിയ 1/7 ആണ്. സോ ഇത്രയാണ് ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ ഓഫ് റൂം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള NBCയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ NBCയും KMBRും ഒക്കെ കൂടുതലും ചോദ്യങ്ങളിനകത്ത് ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയില്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.